ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് ജോസ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫ്രിക്ഷൻ്റെ തന്നെ മറ്റൊരു ടോപ്പിക്കായ വെഡ്ജ് ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസ് ആണ്. നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ആണ് അല്ലേ. നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. വെഡ്ജ് ഫ്രിക്ഷൻ്റെ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വെഡ്ജ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കുലർ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ട്രിപ്പിസോയിഡൽ ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റാണ് വെഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു വെഡ്ജാണെന്ന് കൺസിഡർ ചെയ്യുക. വെഡ്ജിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഒന്നുകിൽ ട്രയാങ്കുലർ ആയിരിക്കാം അല്ലെങ്കിൽ ട്രിപ്പിസോയിഡൽ ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റാണ് വെഡ്ജ് എന്ന് പറയുന്നത്. വെഡ്ജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വെഡ്ജ് യൂസ് ചെയ്യുന്നത് ഹെവി ഒബ്ജക്ട്സിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ടാണ് വെഡ്ജ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഹെവി ഒബ്ജക്റ്റാണ്. അതിൻ്റെ വെയിറ്റ് W എന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഹെവി ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഈ വെഡ്ജ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വെഡ്ജിലേക്ക് ഇങ്ങോട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ വെഡ്ജ് ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും അല്ലേ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ഹെവി വെയിറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ വെഡ്ജിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹെവി വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് വെഡ്ജ് യൂസ് ചെയ്ത് ഹെവി വെയിറ്റ്സിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഈ വെഡ്ജിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തായിരിക്കും സംഭവിക്കുക? വെഡ്ജ് ലിഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക അല്ലേ. ഇവിടെ ഈ ഒരു വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെഡ്ജിലേക്ക് ഇങ്ങനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുക, ലെഫ്റ്റിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ വെഡ്ജ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അതേ സമയത്ത് തന്നെ നമ്മുടെ ഈ വെയിറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. ഇനിയും വെഡ്ജിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്. ഇതിൻ്റെ വെയിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ വെഡ്ജിൻ്റെ വെയിറ്റ് വളരെ നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വെഡ്ജിൻ്റെ വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ. ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് the horizontal force P on the 10-degree wedge shown in figure to raise the 1500 Newton load. The coefficient of friction is 0.3 at all contact surfaces. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വെഡ്ജ് ഉണ്ടല്ലേ. ഈ കാണിച്ചിരിക്കുന്ന ഒരു വെഡ്ജാണ്. പിന്നെ നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഈ ബോഡിയാണ് ലിഫ്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ വെയിറ്റും തന്നിട്ടുണ്ട്. അത് 1500 Newton ആണ്. വെഡ്ജിൻ്റെ ഈ ആംഗിളും തന്നിട്ടുണ്ട്. 10 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഈ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അതായത് എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താലാണ് നമ്മുടെ 1500 Newton എന്ന് പറയുന്ന ഈ ബോഡിയെ ഒന്ന് റേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫ്രിക്ഷൻ്റെ എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? തന്നിരിക്കുന്ന ബോഡീസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ ആദ്യം വരയ്ക്കണം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വെഡ്ജ് ഉണ്ട് അല്ലേ. ഈ കാണിച്ചിരിക്കുന്നത് വെഡ്ജാണ്. ഈ രണ്ട് ബോഡിയുടെയും ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ വരയ്ക്കും. എന്നിട്ട് ഈ രണ്ട് ബോഡിയിൽ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ബോഡിയെ കൺസിഡർ ചെയ്യാം. ഈ 1500 Newton ബ്ലോക്കിനെ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഫസ്റ്റ് എന്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഈ ബ്ലോക്കിൻ്റെ വെയിറ്റ് മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 1500 Newton തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വെയിറ്റ് മാർക്ക് ചെയ്യാം. വെയിറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? വെയിറ്റ് എപ്പോഴും വേർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. 1500 Newton എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താണ് മാർക്ക് ചെയ്യാനുള്ളത്? നമുക്ക് റിയാക്ഷൻ മാർക്ക് ചെയ്യണം അല്ലേ. റിയാക്ഷൻ എവിടെയായിരിക്കും ഉണ്ടാകുന്നത്? റിയാക്ഷൻ കോണ്ടാക്ട് സർഫസിലായിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ ഈ ബ്ലോക്കിന് എവിടേക്കാണ് കോണ്ടാക്റ്റ് ഉള്ളത്? ഈ ഒരു സർഫസുമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെഡ്ജിൻ്റെ ഈ ഒരു പോർഷനിലും ഇതിന് കോണ്ടാക്റ്റ് ഉണ്ട് അല്ലേ. അപ്പം ഈ രണ്ട് സർഫസിലും നമുക്ക് റിയാക്ഷൻസ് മാർക്ക് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റിയാക്ഷൻ എപ്പോഴും എങ്ങനെയാണ്? സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സർഫസിലെ റിയാക്ഷൻ നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. നമ്മുടെ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഈ റിയാക്ഷൻ നമുക്ക് R1 എന്ന് നെയിം ചെയ്യാം. ഇനി നമുക്ക് ഇവിടുത്തെ റിയാക്ഷൻ വരയ്ക്കണം അല്ലേ. ഇവിടുത്തെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഇവിടുത്തെ റിയാക്ഷനും നമ്മുടെ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ. അതായത് പെർപെൻഡിക്കുലർ ആണ്. നമുക്ക് ആ റിയാക്ഷനും ഇങ്ങോട്ട് വരയ്ക്കാം. ഈ റിയാക്ഷൻ നമുക്ക് R2 എന്ന് നെയിം ചെയ്യാം. ഇനിയും നമുക്ക് അടുത്തത് എന്താണ് മാർക്ക് ചെയ്യാനുള്ളത്? ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഈ ബോഡിയിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഈ ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അതിനെ മാർക്ക് ചെയ്യേണ്ട. ഇനി നമുക്ക് അടുത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യണം. ഫ്രിക്ഷണൽ ഫോഴ്സും എവിടെയായിരിക്കും വരുന്നത്? കോണ്ടാക്ട് സർഫസിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത് അല്ലേ. ഇവിടെ നോക്കിക്കേ,
ഈ ബ്ലോക്കിന് ഇവിടെയും കോണ്ടാക്റ്റ് ഉണ്ട്, ഈ ഒരു സർഫസിലും കോണ്ടാക്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് സർഫസിലും നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യണം. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അല്ലേ. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ സർഫസിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഫസ്റ്റ് മാർക്ക് ചെയ്യാം. ഈ ബ്ലോക്ക് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? ഈ ഫോഴ്സ് പി നമ്മുടെ വെഡ്ജിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ വെഡ്ജ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ബ്ലോക്ക് മുകളിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. ബ്ലോക്കിൻ്റെ മൂവ്മെൻറ്റ് മുകളിലേക്കായിരിക്കും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഈ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. കാര്യം എന്താണ്? നമ്മുടെ ബ്ലോക്ക് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാം. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മ്യൂ ഇൻറ്റു റിയാക്ഷൻ എന്നാണ് അല്ലേ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ എങ്ങനെ എഴുതാം? F ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എൻ ആണ് അല്ലേ. അതായത് 0.3 ഇൻറ്റു പിന്നെ ഇവിടുത്തെ റിയാക്ഷൻ ഏതാണ്? R1 ആണ് അല്ലേ. അപ്പോൾ 0.3 ഇൻറ്റു R1 ആണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി നമുക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും കൂടെ ഉണ്ട് അല്ലേ. ഈ ഒരു കോണ്ടാക്ട് സർഫസിലും വരും. എങ്ങനെയായിരിക്കും ഈ ബ്ലോക്കിൻ്റെ ഈ ഒരു സർഫസിൻ്റെ മൂവ്മെൻറ്റ്? നമ്മുടെ ഈ വെഡ്ജ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ സർഫസ് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും അല്ലേ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഈ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അതായത് ഇങ്ങനെയായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം അല്ലേ. ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഈ ഒരു ഡയറക്ഷനാണ്. നമ്മുടെ ബ്ലോക്കിൻ്റെ ഈ ഒരു സർഫസ് റൈറ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ആ ഒരു മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ മ്യൂ ഇൻറ്റു ആർ എൻ ആണ് അല്ലേ. ഇവിടെ നോക്കി, മ്യൂ എത്രയാണ്? 0.3 ആണ്. ഇൻറ്റു റിയാക്ഷൻ എത്രയാണ്? R2 ആണ്. നമ്മുടെ ഈ ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ വരച്ചല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്യണം. എന്തൊക്കെയായിരുന്നു ഇക്വിലിബ്രിയം ഇക്വേഷൻസ്? സിഗ്മ H ഇസ് ഈക്വൽ ടു 0, അതുപോലെ തന്നെ സിഗ്മ V ഇസ് ഈക്വൽ ടു 0. ഇത് രണ്ടുമാണ് നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. ഇവിടെ നോക്കിക്കേ, ഈ ഒരു റിയാക്ഷനും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. ബാക്കിയെല്ലാം ഇത് ഹൊറിസോണ്ടലും ഇത് രണ്ടും വേർട്ടിക്കലുമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ രണ്ട് ഫോഴ്സ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്യണം അല്ലേ. എങ്ങനെ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും? നോക്കിക്കേ, നമുക്ക് ഫസ്റ്റ് ഇതിനെ നോക്കാം. ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെ നോക്കാം. ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെ റിസോൾവ് ചെയ്ത് ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും അതുപോലെ തന്നെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വേർട്ടിക്കൽ കമ്പോണൻറ്റുമായിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്കൊരു ആംഗിൾ വേണം. ഒന്നുകിൽ ഈ ഒരു ഫോഴ്സ് ഈ ആക്സിസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ ഈ ഒരു ആക്സിസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം. ആ ആംഗിൾ കിട്ടാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് അല്ലേ. 10 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഈ ഒരു സർഫസിൻ്റെ ഇൻക്ലിനേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇത് 10 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഇൻക്ലൈൻഡ് സർഫസ് ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 10 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും ഇതേ പ്ലെയിനിൽ കൂടി തന്നെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 10 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത്? നോക്കിക്കേ, ഈ 0.3 ഇൻറ്റു R2 എന്ന് പറയുന്ന ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് കൊസൈൻ കമ്പോണൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0.3 R2 ഇൻറ്റു cos 10 എന്ന് എഴുതാം അല്ലേ. ഇനി ഈ കമ്പോണൻറ്റ് എന്ത് വരും? ഇത് കോസ് കമ്പോണൻ്റ് ആണെങ്കിൽ ഇത് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0.3 R2 ഇൻറ്റു സൈൻ 10 എന്ന് എഴുതാം. ഇനി ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അകത്തോട്ടാണ്. അതുകൊണ്ട് കമ്പോണൻസിൻ്റെ ഡയറക്ഷനും അകത്തോട്ട് തന്നെ ആയിരിക്കും. ഇനി നോക്കിയേ, ഇനി നമുക്ക് R2ൻ്റെ ആംഗിൾ കണ്ടുപിടിക്കണം. എങ്ങനെ R2ൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? അതായത് ഈ R2 ഒന്നുകിൽ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ ഈ R2 വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം അല്ലേ. പല രീതിയിൽ നമുക്ക് ഈ ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നോക്കിക്കേ, ഇവിടെ ഈ ഒരു ഇൻക്ലൈൻഡ് ലൈൻ ഇവിടെ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 10 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഈ ലൈൻ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടുന്നുണ്ട് അല്ലേ. അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്, ഈ ആംഗിൾ 10 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ നമുക്ക് 80 ഡിഗ്രി കിട്ടും അല്ലേ. ഇനി നോക്കിക്കേ,
നമ്മുടെ റിയാക്ഷൻ സർഫസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ? ഇത് 90 ഡിഗ്രിയാണ്. നമുക്കറിയാം നമ്മുടെ റിയാക്ഷൻ സർഫസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 80 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 10 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ റിയാക്ഷൻ ഈ വേർട്ടിക്കൽ ആക്സിസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ റിയാക്ഷൻ ഈ ഒരു ആക്സിസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് കിട്ടി. അത് എത്രയാണ്? 10 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്കിതിനെ റിസോൾവ് ചെയ്യാമല്ലോ. എങ്ങനെയാണ്? നമ്മുടെ ഈ റിയാക്ഷൻ ഈ ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കമ്പോണൻറ്റ് കൊസൈൻ കമ്പോണൻ്റ് ആയിരിക്കും, അതായത് R2 cos 10 ഡിഗ്രി. അപ്പോൾ ഈ ഒരു കമ്പോണൻ്റ് എന്തായിരിക്കും? അത് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. നമുക്ക് എഴുതാം R2 × sin 10 എന്ന് എഴുതാം. ഇനി ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ ഇതിൻ്റെ ഡയറക്ഷൻ അകത്തോട്ടായതുകൊണ്ട് കമ്പോണൻസിൻ്റെ ഡയറക്ഷനും അകത്തോട്ട് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഈ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആയിരിക്കും. സൈൻ കൺവെൻഷൻ എങ്ങനെയായിരുന്നു? ഫോഴ്സ് റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവും ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ്. ഇവിടെ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്? ഇവിടെ ഒരു റിയാക്ഷൻ R1 ഉണ്ട്, പിന്നെ നോക്കിയേ ഈ R2ൻ്റെ സൈൻ കമ്പോണൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കൊസൈൻ കമ്പോണൻ്റ് ഉണ്ട് അല്ലേ? ഇവിടെ R1 റൈറ്റിലേക്കാണ്, അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? +R1. പിന്നെ നോക്കി ഈ R2 sin 10 ലെഫ്റ്റിലേക്കാണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -R2 sin 10. ഇനി നമുക്ക് ഇവിടെ ഒരു ഫോഴ്സും കൂടെ ഉണ്ട്, -0.3 R2 × cos 10 is equal to 0 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് R1 is equal to, ഈ രണ്ടിനെയും ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അത് രണ്ടും R2ൻ്റെ ടേംസ് ആണ് അല്ലേ? അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.469 × R2 എന്ന് കിട്ടും. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഏതായിരുന്നു? സിഗ്മ V is equal to 0. വേർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആയിരിക്കും. സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്? ഫോഴ്സ് അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ്, ഫോഴ്സ് ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്. ഇവിടുത്തെ വേർട്ടിക്കൽ ഫോഴ്സസ് ഏതൊക്കെയാണ്? 1500 ന്യൂട്ടനുണ്ട്, പിന്നെ ഇവിടുത്തെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, പിന്നെ R2ൻ്റെ കൊസൈൻ കമ്പോണൻറ്റും ഉണ്ട്, പിന്നെ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ സൈൻ കമ്പോണൻ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ നോക്കിയേ, ഈ R2 cos 10 എന്ന് പറയുന്നത് അപ്വേർഡ് ഫോഴ്സാണ്, അതുകൊണ്ട് അത് നമുക്ക് പ്ലസ് ആയിട്ട് എഴുതാം അല്ലേ? അപ്പം +R2 × cos 10. ഇത് നോക്കിയേ, അടുത്ത ഫോഴ്സ് ഏതാണ്? അടുത്ത ഫോഴ്സ് നമുക്കിത് എഴുതാം അല്ലേ? ഇത് ഡൗൺവേർഡ് ആണ്. അപ്പോൾ -0.3 × R2 sin 10. ഇനിയും നമുക്ക് ഈ ഫോഴ്സ് എഴുതാം, -1500 -0.3 × R1. ഈ ഫോഴ്സ് ഡൗൺവേർഡ് ആണ്, അതുകൊണ്ട് -0.3 × R1 is equal to 0 എന്ന് എഴുതാം. ഇനി നോക്കി, നമുക്ക് ഈ ഇക്വേഷനിൽ നമുക്ക് R1ന് പകരം 0.469 R2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? R1 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതിന് പകരം നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? R2 × cos 10 -0.3 × R2 sin 10 -1500 -0.3 × 0.469 R2 is equal to 0 എന്ന് കിട്ടും. ഇപ്പോൾ നോക്കിയേ, ഇത് R2യിലുള്ള ഒരു ഇക്വേഷനായിട്ട് മാറിയല്ലേ? ഈ ടേമിലും ഈ ടേമിലും ഈ ടേമിലും R2 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ 3 ടേമിനെ കൂടെ കമ്പൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.792 R2 -1500 is equal to 0 എന്ന് കിട്ടും. അതായത് നമുക്ക്, അപ്പോൾ ഇതിൽ നമുക്ക് 1500 ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലേ? അതായത് 0.792 × R2 is equal to 1500 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് R2നെ എങ്ങനെ എഴുതാൻ പറ്റും? 1500 ഡിവൈഡഡ് ബൈ 0.792 എന്ന് എഴുതാൻ പറ്റും. അതായത് R2 is equal to 1893.9 ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് നമുക്ക് ഇവിടുത്തെ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി വേണമെങ്കിൽ നമുക്ക് റിയാക്ഷൻ R1നെ കൂടെ കണ്ടുപിടിക്കാം. അതായത് R1 is equal to 0.469 R2 ആണല്ലേ? ഈ R2ൻ്റെ വാല്യൂ ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, R1 നമുക്ക് കിട്ടും. പക്ഷേ ഇപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? നമുക്ക് വേണ്ടുന്നത് ഈ P എന്ന് പറയുന്ന ഫോഴ്സാണ് നമുക്ക് വേണ്ടുന്നത്. നമ്മളിപ്പോൾ എന്താണ് ചെയ്തത്? ഈ ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരച്ചതിന് ശേഷം ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്തല്ലേ? ഇനി നമുക്ക് അടുത്തതായിട്ട് വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാം അല്ലേ? അപ്പം ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഫസ്റ്റ് എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമുക്ക് വെയിറ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ
നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു വെഡ്ജിൻ്റെ വെയിറ്റ് വളരെ നെഗ്ലിജിബിൾ ആണ്, അതുകൊണ്ട് നമ്മൾ വെഡ്ജിൻ്റെ വെയിറ്റ് കൺസിഡർ ചെയ്യാറില്ല. ഇനി നമുക്ക് അടുത്തത് അപ്പോൾ എന്തായിരിക്കും? അടുത്തത് നമുക്ക് റിയാക്ഷൻസ് മാർക്ക് ചെയ്യണം അല്ലേ? റിയാക്ഷൻസ് എവിടെയായിരിക്കും വരുന്നത്? റിയാക്ഷൻസ് എപ്പോഴും വരുന്നത് കോണ്ടാക്ട് സർഫസിലായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടുത്തെ റിയാക്ഷനെ മാർക്ക് ചെയ്യാം. റിയാക്ഷൻ എപ്പോഴും നമ്മുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ആ റിയാക്ഷനെ ഇങ്ങോട്ട് വരയ്ക്കാം. ആ റിയാക്ഷൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. ആ റിയാക്ഷനെ നമുക്ക് R3 എന്ന് നെയിം ചെയ്യാം. ഇനി നമുക്ക് ഇവിടുത്തെ റിയാക്ഷനെ വരയ്ക്കാം. ഇവിടുത്തെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഇവിടുത്തെ റിയാക്ഷൻ എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അല്ലേ? പിന്നെ റിയാക്ഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും ബോഡിക്കുള്ളിലേക്കായിരിക്കും. അപ്പോൾ നമുക്ക് ആ റിയാക്ഷനെ വരയ്ക്കാം. നമ്മുടെ ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ റിയാക്ഷൻ വരുന്നത്. ഈ റിയാക്ഷൻ നമുക്ക് നെയിം ചെയ്യണം അല്ലേ? നമ്മളിവിടെ R2 എന്നാണ് നെയിം ചെയ്തത്, അതേ R2 തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ R2 എന്ന് നമുക്ക് ഇതിനെ നെയിം ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് ഫ്രീ ബോഡി ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യാനുള്ളത്? എന്തായാലും എക്സ്റ്റേണൽ ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ടോ നോക്കണം അല്ലേ? ഇവിടെ നമുക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, P എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. നമുക്ക് ആ P ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. Pയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, P എന്ന് നെയിം ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ബോഡിയുടെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നത് എവിടെയൊക്കെയാണ്? കോണ്ടാക്ട് സർഫസിലാണ്. ഇവിടെ നമുക്ക് ഇതൊരു കോണ്ടാക്ട് സർഫസ് ആണ്, അതുപോലെ തന്നെ ഈ ഒരു സർഫസും ഒരു കോണ്ടാക്ട് സർഫസ് ആണ് അല്ലേ? ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ കോണ്ടാക്ട് സർഫസ് കൺസിഡർ ചെയ്യാം. നമ്മുടെ ഈ ഒരു വെഡ്ജ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? വെഡ്ജിൻ്റെ മൂവ്മെൻറ്റ് ലെഫ്റ്റിലേക്കായിരിക്കും അല്ലേ? കാര്യം എന്താണ്? നമ്മുടെ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്ത് വെഡ്ജിനെ ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? റൈറ്റിലേക്കായിരിക്കും അല്ലേ? വെഡ്ജിൻ്റെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെയും കൂടി ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം, റൈറ്റിലേക്കാണ്. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ മ്യൂ ഇൻറ്റു റിയാക്ഷൻ എന്നാണ് അല്ലേ? മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 0.3 ആണെന്നറിയാം. 0.3 ഇൻറ്റു റിയാക്ഷൻ എത്രയാണ്? R3 ആണ് അല്ലേ? അപ്പോൾ R3 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് 0.3 ഇൻറ്റു R3 ആണ്. ഇനി നമുക്ക് ഈ ഒരു കോണ്ടാക്ട് സർഫസിലും ഇതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമ്മുടെ ഈ വെഡ്ജിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിക്കാൻ അല്ലേ? ഈ ഫോഴ്സ് കാരണം നമ്മുടെ ഈ വെഡ്ജ് ലെഫ്റ്റിലേക്കാണ്, ഈ ഒരു ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോണ്ടാക്ട് സർഫസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അല്ലേ? അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് വരും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതായത് അതിങ്ങോട്ട് വരയ്ക്കാം. അതായത് നമ്മുടെ ഈ ഒരു പ്ലെയിനിൽ കൂടി തന്നെ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അതായത് നമ്മുടെ ഈ വെഡ്ജിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലോക്കിൻ്റെ മൂവ്മെൻറ്റ് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും നമ്മുടെ വെഡ്ജിൻ്റെ ഈ ഒരു സർഫസിൻ്റെ മൂവ്മെൻറ്റ്. അതായത് വെഡ്ജിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനായിരിക്കും. ആ ഒരു ഡയറക്ഷനാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? മ്യൂ ഇൻറ്റു R ആണ്. അതായത് 0.3 ഇൻറ്റു ഇവിടുത്തെ റിയാക്ഷൻ R2 ആണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്യണം. ഇക്വിലിബ്രിയം ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? സിഗ്മ H = 0, സിഗ്മ V = 0 ആണ്. ഫസ്റ്റ് നമുക്ക് സിഗ്മ V = 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതായത് വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആണ്. ഇവിടെ നോക്കിക്കേ, ഈ 3 ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സും ആണ്. പക്ഷേ ഈ റിയാക്ഷനും അതുപോലെ തന്നെ ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ഫോഴ്സാണ്. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യണം? ഇതിനെ റിസോൾവ് ചെയ്യണം അല്ലേ? റിസോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ വേണം. അപ്പോൾ ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെങ്കിൽ ഇത് ഒന്നുകിൽ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം. നോക്കിക്കേ, നമ്മുടെ വെഡ്ജിൻ്റെ ആംഗിൾ എത്രയാണ് തന്നിരിക്കുന്നത്? ക്വസ്റ്റനിൽ 10 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അല്ലേ? അതായത് ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 10 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും അതേ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളും ഈ 10 ഡിഗ്രി തന്നെ ആയിരിക്കും. അതായത് ഈ ആംഗിൾ എത്രയാണ്? 10 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്ത് എഴുതാം അല്ലേ? ഈ 0.3 ഇൻറ്റു R2 ഈ ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് 0.3 R2 ഇൻറ്റു cos 10 ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ കമ്പോണൻ്റ് എന്ത് വരും? ഈ കമ്പോണൻ്റ് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. 0.3 ഇൻറ്റു R2 ഇൻറ്റു സൈൻ 10 ആയിരിക്കും. ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഫോഴ്സ് ഔട്ട്വേർഡ് ആയതുകൊണ്ട്
രണ്ട് കമ്പോണൻ്റ് ഡയറക്ഷൻ ഔട്ട്വേർഡ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കിക്കേ R2ൻ്റെ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ. R2 ഒന്നുകിൽ നമുക്ക് ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ നമുക്ക് വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം. ഇവിടെ നോക്കിയേ ഇതേ വെഡ്ജിനെ തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നമ്മുടെ ഈ റിയാക്ഷനാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് R2. നമുക്ക് ഒന്നുകിൽ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം. ഇവിടെ നമുക്ക് വെഡ്ജിൻ്റെ ആംഗിൾ അറിയാം അല്ലേ, 10 ഡിഗ്രി. അതുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയേ നമുക്ക് ഈ ഒരു വേർട്ടിക്കൽ ലൈനെ നമുക്ക് താഴോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നോക്കിയേ ഇത് നമുക്ക് 90 ഡിഗ്രി കിട്ടും അല്ലേ. അപ്പോൾ നോക്കിയേ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 10 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇത് 80 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് കാണുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ഇനി നോക്കിയേ നമ്മുടെ റിയാക്ഷൻ സർഫസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ. നമ്മുടെ റിയാക്ഷൻ സർഫസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് 90 ഡിഗ്രിയാണ്, ഈ ഒരു ആംഗിൾ 80 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 10 ഡിഗ്രി ആയിരിക്കും. അതായത് നമ്മുടെ റിയാക്ഷൻ വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് കിട്ടി? 10 ഡിഗ്രി ആണെന്ന് കിട്ടി അല്ലേ. നമുക്ക് ആ 10 ഡിഗ്രി ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാമല്ലോ. നമ്മുടെ റിയാക്ഷൻ ഈ ആക്സുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കമ്പോണൻ്റ് എന്ത് വരും? കൊസൈൻ കമ്പോണൻ്റ് വരും അല്ലേ. അപ്പം R2 ഇൻറ്റു കോസ് 10 എന്ന് കിട്ടും. അപ്പോൾ ഈ കമ്പോണൻ്റ് എന്തായിരിക്കും? അത് R2 ഇൻറ്റു സൈൻ 10 ആയിരിക്കും അല്ലേ. ഡയറക്ഷൻ എങ്ങനെയാണ്? ഫോഴ്സ് അകത്തോട്ടായതുകൊണ്ട് രണ്ട് കമ്പോണൻ്റ് ഡയറക്ഷൻ അകത്തോട്ട് തന്നെയായിരിക്കും. ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്യാമല്ലോ. ഫോഴ്സ് അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ്, ഫോഴ്സ് ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ്. ഇവിടെ ഏതൊക്കെയാണ് വേർട്ടിക്കൽ ഫോഴ്സസ്? R3 ഉണ്ട്, പിന്നെ R2 cos 10 ഉണ്ട്, അതുപോലെ തന്നെ 0.3 R2 sin 10 ഉണ്ട് അല്ലേ. R3 എന്ന് പറയുന്നത് അപ്വേർഡ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? +R3. ഈ കമ്പോണൻറ്റ് ഡൗൺവേർഡ് ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? -R2 ഇൻറ്റു കോസ് 10. പിന്നെ ഈ കമ്പോണൻറ്റ് അപ്വേർഡ് ആണ്. അപ്പോൾ +0.3 ഇൻറ്റു R2 sin 10 ഇസ് ഈക്വൽ ടു 0. ഇവിടെ നോക്കിക്കേ R2ന് നമുക്കറിയാം അല്ലേ. R2 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. R2ൻ്റെ വാല്യൂ എത്രയാണ്? 1893.9 എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ആ R2ൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ സോൾവ് ചെയ്യുക. അങ്ങനെ നമ്മളിതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് R3യുടെ വാല്യൂ കിട്ടുന്നത് 1766.465 ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് നമുക്ക് ഈ ഒരു റിയാക്ഷൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം അല്ലേ. നമ്മുടെ വെഡ്ജിലേക്ക് σH = 0 എന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്? ഫോഴ്സ് റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ്, ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ് അല്ലേ. ഇവിടെ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്? R2 sin 10 ഉണ്ട്, പിന്നെ നോക്കി ഈ ഒരു കമ്പോണൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇതും ഉണ്ട്, പിന്നെ നമ്മുടെ ഈ ഒരു P എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം. ഫസ്റ്റ് നമുക്ക് R2 sin 10 എഴുതാം. R2 sin 10 എങ്ങോട്ടാണ്? റൈറ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് തന്നെ എഴുതാം R2 sin 10. പിന്നെ ഈ ഒരു ഫോഴ്സും റൈറ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? +0.3 ഇൻറ്റു R3. പിന്നെ ഈ ഒരു ഫോഴ്സ് ലെഫ്റ്റിലേക്കാണ് അല്ലേ. അപ്പം -P. നമുക്ക് ഈ ഒരു ഫോഴ്സും കൂടെ ഉണ്ട്, അത് റൈറ്റിലേക്കാണ്. +0.3 ഇൻറ്റു R2 cos 10 ഇസ് ഈക്വൽ ടു 0. ഇനി ഈ ഇക്വേഷനിൽ നോക്കിക്കേ. ഈ ഇക്വേഷനിൽ നമുക്ക് R3യുടെ വാല്യൂ അറിയാം, അതുപോലെ തന്നെ R2ൻ്റെ വാല്യൂ അറിയാം, ഈ R2ൻ്റെ വാല്യൂ അറിയാം അല്ലേ. ആ കൂടെ അൺനോൺ ഏതാണ്? P ആണ്. ഈ P ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇത് -P ആണ്. ഇത് നമുക്ക് ഈക്വൽ ടു സൈന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? P ഇസ് ഈക്വൽ ടു R2 sin 10 +0.3 ഇൻറ്റു R3 +0.3 ഇൻറ്റു R2 cos 10. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് R2ൻ്റെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതുപോലെ തന്നെ R3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് R2ൻ്റെയും R3യുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ Pയുടെ ആൻസർ കിട്ടുന്നത് 1418.35 ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് 1418.35 ന്യൂട്ടൺ ഫോഴ്സ് ഈ വെഡ്ജിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലോക്കിനെ അപ്വേർഡായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ P ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ടായിരുന്നത്. വെഡ്ജ് ഫ്രിക്ഷൻ്റെ ബേസിക് കൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു അല്ലേ. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.